പ്രിയപ്പെട്ട ചങ്കുകളോടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാണല്ലോ, ഇനിയുള്ള ജീവിതം സൂപ്പർ അല്ലേ. ഏറ്റവും ആദ്യം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാ അറിയോ, 25 വയസ്സ് കഴിഞ്ഞാൽ 20% മാറ്റിയാണ്. നിങ്ങൾ കിട്ടിത്തുടങ്ങുന്ന ഇപ്പൊ നിങ്ങൾ ജോലിക്കൊക്കെ അങ്ങോട്ട് കയറി ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്ത് തുടങ്ങുന്ന പ്രായമാണല്ലോ, അല്ലെങ്കിൽ കുറച്ച് കാലമായി ജോലിക്ക് പോകുന്നവരൊക്കെ കാണും. പക്ഷെ സേവിങ്സ് വളരെ കുറവായിരിക്കും. അതിന് ഇത് ബേസിക് ആയിട്ട് എഴുതി വെക്കണം. നിങ്ങൾക്ക് എത്ര കിട്ടിയാലും 100 രൂപ കിട്ടിയാൽ 20 രൂപ സേവ് ചെയ്യണം. 20% നിങ്ങൾ സേവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ലൈഫിലുണ്ടല്ലോ, ആരെയും പേടിക്കാതെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റും. 2, നിങ്ങളുടെ കൂടെയുള്ള 5 പേരെ എടുത്താൽ ഈ 5 പേരുടെ വൈബാണ് നിങ്ങൾ. അതുകൊണ്ടല്ല അവർ നമ്മുടെ കൂടെയുള്ളത്. പക്ഷെ അതിലാണ് ഒരു ട്രാപ്പ് കിടക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് പൊതുവായി നിൽക്കുന്നത് എന്ത് സ്വഭാവമാണോ ആ സ്വഭാവത്തിലേക്കായിരിക്കും നിങ്ങളും പോവുക. നല്ലൊരു ജീവിതം ജീവിക്കുക എന്ന് പറയുന്നതാണല്ലോ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റവും നല്ലതായിരിക്കണം. നമ്മളെ ചുറ്റി നിൽക്കുന്ന 5 സുഹൃത്തുക്കൾ എടുത്താൽ അവർ ഏറ്റവും നല്ല സൗഹൃദങ്ങളായി തീരണം. അത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആയാൽ നമ്മുടെ ലൈഫ് ഗംഭീരം. ജിമ്മിലൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാ, അതിലൊരു തെറ്റുമില്ല. പോയിട്ട് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത സപ്ലിമെന്റ്സ് ഒന്നും ഈ ഡയറ്റീഷ്യൻസിന്റെയോ ഡോക്ടേഴ്സിന്റെയോ നിർദ്ദേശം ഇല്ലാതെ കഴിക്കാതെ നോക്കിയാൽ മതി. ജിമ്മിലൊക്കെ പോകണം. ആരോഗ്യം വളരെ പ്രധാനമാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ബോഡി നിൽക്കത്തില്ല. എക്സ്ട്രാ വർക്കൗട്ട് ചെയ്താലും ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ബോഡി ശരിയാവണമെന്നില്ല. പക്ഷെ ഈ പ്രായത്തിൽ നിങ്ങൾ ആരോഗ്യത്തിന് അങ്ങേയറ്റം ഫോക്കസ് ചെയ്യണം. മറ്റെന്തിനേക്കാൾ വലിയ പ്രയോറിറ്റി നിങ്ങൾ ആരോഗ്യത്തിന് ഈ പ്രായത്തിൽ കൊടുത്താൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് നിങ്ങൾക്ക് ഒറ്റുപാട് അസുഖങ്ങൾ മാറി. 4, നിങ്ങൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആയിരിക്കണം. ഈ സോഷ്യൽ മീഡിയ റീലുകൾ കണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ ചുമ്മാ വെറുതെ ഒഴുകുന്നതിന് പകരം അതിലൊക്കെ നിങ്ങളുടേതായ നിലപാട് എങ്ങനെ, നിങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ, ഇത്തരം സാഹചര്യങ്ങളുടെ നിയമം എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിലവിലത്തെ അവസ്ഥ എന്താണ് പോലുള്ള ഒരു കറന്റ് അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സാധനങ്ങളുണ്ട്, സമകാലീന സംഭവങ്ങൾ. അതിനകത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി നിങ്ങളൊന്ന് പഠിക്കണം. രാഷ്ട്രീയത്തിനെ കുറിച്ച് നന്നായി വിലയിരുത്തണം. മതങ്ങളുടെ കൃത്യതയെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കണം. ലൈഫിനെ കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ പഠിക്കണം. പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ചുറ്റുപാടിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച പ്രായമാണിത്. ഈ പ്രായത്തിൽ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ സൊസൈറ്റിയിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ആ പ്രായത്തിനകത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. നിങ്ങളൊരു സർക്കിളിൽ പോയിരുന്നാൽ നിങ്ങളിവിടെ മിഴിച്ചിരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ലോകത്തെക്കുറിച്ച് അറിവ് ഇല്ലാണ്ടായി പോകും. നിങ്ങളുടെ ഡിഗ്രികളോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല സ്പീക്ക് ഔട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ സ്കില്ലാണ്. നിങ്ങൾ ഇനി എത്ര വലിയ ഡിഗ്രിയുള്ള ആളാണെങ്കിലും എന്താണ് നിങ്ങളുടെ കഴിവ് എന്നുള്ളതായിരിക്കും ലോകം നോക്കുക, അതായിരിക്കും മാർക്കറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ എപ്പോഴും നമ്മുടെ കഴിവുകളെ തേച്ചു മിനുക്കിക്കൊണ്ടേയിരിക്കണം. ഈ പ്രായത്തിൽ അത് ചെയ്തു തുടങ്ങിയാൽ ഭാവിയിൽ നിങ്ങളുടെ ആ കഴിവ് വഴി നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാവുകയും ചെയ്യും. ഈ പറയുന്ന 5 പോയിന്റുകൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് മനോഹരമാവുന്ന എനിക്ക് യാതൊരു സംശയമില്ല. ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കൂ. എന്നിട്ട് സേവ് ചെയ്യണം, ഫോളോ ചെയ്ത് ഇങ്ങോട്ട് കയറി വരണം. അല്ല പിന്നെ പരകട്ടെ പ്രകാശം.